പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്ത് എത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദന, മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിൻ്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാമ്പുത്രനും പരിശുദ്ധാത്മാശ്രയിക്കുക. ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയണത് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയാണ് ഉടമ്പടി. ഉടമ്പടിയിൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അതായത് പ്രാവീണ്യം, നൈപുണ്യം എന്നൊക്കെ അർത്ഥം. അതിൻ്റെ അകത്തൊരു ഞാൻ അനുതാപത്തെക്കുറിച്ച് ഇന്നലെ പറഞ്ഞത്. ഇന്ന് പറയാൻ പോണത് ഇതിൻ്റെ പ്രൊഫഷണലിസമാണ്. പക്ഷെ എന്ന് പറയുമ്പോൾ മിടുക്ക്, കാര്യക്ഷമത എന്നൊക്കെ പറയും. ഉടമ്പടി മിടുക്കോട് ചെയ്യുന്നതും മിടുക്കുള്ള ഉടമ്പടി ജീവിതം, കാര്യക്ഷമമുള്ള ഉടമ്പടി ജീവിതം. അതെന്താണ്? ആദ്യം നമ്മൾ ചെയ്തത്
അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അതാണ് എൻ്റെ എക്സ്പെർട്ടൈസേഷൻ. പ്രൊഫഷണലിസം പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യാനാണ് അതിൻ്റെ അകത്ത് പ്രൊഫഷനായിട്ടുള്ളത്. അത് ബൈബിളിൻ്റെ ഡൈനാമിക്സ് പ്രിൻസിപ്പിളാണ്. എന്താണ് ഈശോ പറഞ്ഞില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ പോലും ഉടമ്പടിയാണ് പ്രോബലാണുള്ളത്. എന്താണ്? നീയും പോയി അതുപോലെ ചെയ്യുക. അതല്ലേ ലൂക്ക 10:37. ലൂക്ക 10:37. യേശു പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക. അതാണ് വിഷയം. ഓക്കെ, ഇതിന്റെ പ്രൊഫഷണലിസം ഇരിക്കണതാണ്. നീയും പോയി അതുപോലെ ചെല്ലുക എന്നല്ല. എന്താ വേണ്ടത്? നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി പോരും. അനുദിന ജീവിതമാണ്. അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? അവൻ പറയണ പോലെ ചെയ്യുക. ചെയ്തോളാമെന്നാണ് നമ്മൾ ഉടമ്പടി എടുക്കണത്. ഇനി അത് അനുദിന ജീവിതം. വീഞ്ഞില്ല, വീടില്ല, ജോലിയില്ല, വിവാഹം നടക്കണില്ല, മക്കളില്ല എന്ന് പറഞ്ഞാൽ അനുദിന ജീവിതം. നിത്യജീവിതം എന്താ? ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നിനക്ക് എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോൾ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ? അവൻ ചോദിക്കും. അപ്പോൾ പറയും, ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. പിന്നെ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അവസാനം ഈശോ പറയും, ഇതിലെ ആരാണ് അയൽക്കാരൻ? അപ്പോൾ പറയും, ആ സമരക്കാരനല്ലേ ആ രക്തവഗ്രഹം മരണവേദന അനുഭവിച്ച മനുഷ്യനെ സത്യത്തിൽ കൊണ്ടുപോയത്? അപ്പം അവനാണ് അയൽക്കാരൻ. അപ്പോൾ ഈശോ പറയും, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ്. അനുദിന ജീവിതത്തിനും നിത്യജീവിതത്തിനും ഇതിൻ്റെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെല്ലുകയല്ല, ചെയ്യുകയാണ്. ആര് കൃത്യമായിട്ട് വചനാധിഷ്ഠിതമായിട്ട് ചെയ്യുന്നുവോ അതിനാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മിടുക്ക് വരണം. അവനാണ് മിടുക്ക് വരണത്. അതിലാണ് അതിൻ്റെ അകത്ത് വരുന്ന ഉടമ്പടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ 2018 ഉടമ്പടി എടുത്ത്. അന്ന് കുറേ ദിവസം വന്നു, മാസങ്ങൾ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2019 ആയപ്പോഴത്തേക്കും എൻ്റെ മകന് ഒരു അസുഖം വന്നു. പനിയായിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്നൊരു ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേന് പെട്ടെന്ന് എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞു. ശ്വാസം മുട്ടുന്നപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ അവർ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്കൊരു പേടി തോന്നി. ഞാൻ പെട്ടെന്ന് മെഡിക്കൽ കോളേജിന് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. രാത്രി ആയിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും ഉള്ളൂ. മോൻ വാർഡിലാണ്. ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്നിറങ്ങി. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ATM കാർഡും എടുത്തുകൊണ്ട് പെട്ടെന്ന് ATM കൗണ്ടറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആരുമില്ല എന്നെ ഒന്ന് സഹായിക്കാൻ.
ഒരു സെക്യൂരിറ്റി ചേട്ടൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ATM പൈസ എടുക്കണം, എനിക്ക് ഇന്ന പോലെയാണ് കൊച്ചിന് ICD ഇടുമെന്ന് പറയും, ട്യൂബ് ഇടുവാണ്. അപ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്, ട്യൂബ് ഇടുവാണ്. ഡോക്ടേഴ്സ് അന്നേരം പറയുന്നത് സീരിയസ് ആണ് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്താവിനോടും മകനോടും ആരോടും പറഞ്ഞില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് അവരോട് പോയി പൈസ എടുത്തുകൊണ്ട് വന്നു പെട്ടെന്ന് ട്യൂബൊക്കെ വാങ്ങിച്ച് കൊടുത്തു. അങ്ങനെ ട്യൂബ് ഇട്ട് കഴിഞ്ഞ് ഞങ്ങളൊരു 6 മാസത്തോളം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ അഡ്മിറ്റായി കഴിഞ്ഞപ്പം എനിക്ക് പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട്, ചില ദിവസം 100 രൂപയൊക്കെ കാണുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറയും, മാതാവേ എനിക്കിന്ന് 100 രൂപയുള്ളൂ. ഞാൻ അവന് രാവിലെ കാപ്പി വേണം, പിന്നെ അവന് മരുന്ന് വാങ്ങിക്കണം, ഞാൻ എന്ത് ചെയ്യും? അപ്പോഴത്തേക്കും അന്ന് തന്നെ രാത്രിയിൽ എന്നെ ഒരു സഹോദരി എന്നെ വിളിക്കുകയാണ്. ആ സഹോദരിയും കുടുംബവും പെട്ടെന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇടും. അങ്ങനെ എനിക്ക് ഈ 6 മാസക്കാലവും എങ്ങനെ മാതാവ് എന്നെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരിലൂടെ എനിക്ക് അങ്ങനെ ഒരു സഹായം കിട്ടി. അങ്ങനെ ഞങ്ങൾ 6 മാസം കഴിഞ്ഞു. അങ്ങനെ ഇടയ്ക്ക് ഒരു മാസം പെട്ടെന്ന് ഇവന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കാർഡിയാക് ന്യൂറോ തൊറാസിക് സർജറി എന്നാണ് പറയുന്നത്. അവിടെ കാർഡിയോളജി കാണിച്ചു. അപ്പോഴത്തേക്കും അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവേ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പൈസയൊന്നുമില്ല, അതുകൊണ്ട് ഈ മാസം ഇവൻ്റെ സർജറി ഒന്ന് മാറ്റി വെക്കണമെന്ന്. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഒരു 15 ദിവസമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പൊക്കോ, ഇപ്പം സർജറി നമുക്ക് ചെയ്യണ്ട, 2022 മാർച്ചിൽ നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ 2022 മാർച്ച് 18-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാനിവിടെ ഓഫീസിൽ ചെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഈ ബ്രദർ എന്നോട് പറഞ്ഞു, ശ്വാസകോശ രോഗികളെ ഒന്നും അങ്ങനെ അച്ഛന് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ അച്ഛൻ കൈവച്ചാൽ അത് അമ്മ കൈവെക്കുന്ന പോലെ എനിക്കെൻ്റെ കൊച്ചിന് CT സ്കാൻ എടുത്താലേ അവിടെ പോയി എനിക്ക് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, പെട്ടെന്ന് ബ്രദർ അങ്ങ് മാറി വേറൊരു ബ്രദർ അവിടെ വന്നു ഓഫീസിൽ. ഞാൻ അവിടെ ചെന്ന് എൻ്റെ കാര്യം പറഞ്ഞു. എൻ്റെ പേപ്പറുകളൊക്കെ ഞാൻ കാണിച്ചു, സ്കാനിങ് പേപ്പറൊക്കെ കാണിച്ചു, മറ്റേ ചീട്ടൊക്കെ കാണിച്ചു, ഡിസ്ചാർജ് കാർഡൊക്കെ കാണിച്ചു കഴിഞ്ഞവൻ പറഞ്ഞു, ഒരു ടോക്കൺ തരാമെന്ന് പറഞ്ഞു. 5ാമത്തെ ടോക്കൺ എനിക്ക് കിട്ടി. ഞാനെൻ്റെ മോനെയും കൊണ്ട് ഇവിടെ വന്നു. അച്ഛനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ അവിടെ പോയി ഈശോയുടെ തൃപ്പാദത്തിൽ അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വന്ന് അവൻ്റെ ഷർട്ട് അച്ഛൻ മാത്രം, ജോസഫച്ചനാണ് അവൻ്റെ ഷർട്ട് അഴിച്ചത്. എന്നോട് പറഞ്ഞു, വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, അവിടെ നിന്ന് അമ്മ ചൊല്ലിക്കോളാൻ പറഞ്ഞു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി. അച്ഛൻ അവൻ്റെ ഷർട്ട് അഴിച്ചു. അവൻ്റെ ഇടതുഭാഗത്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. അച്ഛൻ അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ഇവിടെ വന്ന് നീ നിൻ്റെ അമ്മയും കൂടി സാക്ഷ്യം പറഞ്ഞേക്കണം. എന്നോടും പറഞ്ഞു, സാക്ഷ്യം പറയാൻ ഇവിടെ വന്നേക്കണം, അത് മാത്രം മതിയെന്ന് പറഞ്ഞു. ഞങ്ങളതും കഴിഞ്ഞ് പിറ്റേ ദിവസം പോയി CT സ്കാൻ എടുത്തപ്പം അന്ന് ഡോക്ടർ പറഞ്ഞത് ഇവൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കറുത്തിരിക്കുക. അപ്പോൾ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ് പിന്നെ 2ാമതൊരു സർജറിയും കൂടെ ചെയ്യണം. അപ്പോഴത്തേക്ക് ശ്വാസകോശം ഒരു ഭാഗത്തെ മുഴുവൻ എടുത്തു കളയും. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഈ കൊച്ച് 27 വയസ്സുള്ള മകനാണ് എൻ്റേത്. ഒരു മകനേ എനിക്കുള്ളൂ, 2 പെൺകുട്ടികളും. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ മെയിൻ ഡോക്ടർ എന്ന് പറഞ്ഞ് യവ്മാർ സാറിനെ കാണാൻ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ ഒത്തിരി ആൾക്കാരുടെ ഇടയ്ക്ക് നിൽക്കുമ്പം ഡോക്ടർ ഇങ്ങ് വന്ന് ഞങ്ങളെ തന്നെ വിളിക്കുകയാണ്. ഞാൻ കണ്ടിട്ട് പോലുമില്ല ഡോക്ടറെ. എന്നിട്ട് ഞങ്ങളെ വന്ന് വിളിക്കുകയാണ്, നിങ്ങളെന്നെ കാണാൻ വന്ന് നിൽക്കുകയല്ലേ എന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി. ഞങ്ങളോട് പറഞ്ഞു, നിനക്കിനി സർജറി ഒന്നും വേണ്ട, നീ അവിടെ പോയി ഒരു എക്സസൈസ് ചെയ്താൽ മതി, അവിടെ റൂമിൻ്റെ നമ്പരും പറഞ്ഞു അവിടെ പോയി നീ അവരോട് ചോദിച്ചിട്ട് അവർ കാണിച്ചു തരും, അത് നീ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ സർജറി ചെയ്തില്ല.
സർജറി ചെയ്യേണ്ടി വന്നുമില്ല. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും തേനും ഇവന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി തൈലം ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എല്ലാ ദിവസവും ഞാൻ ഇവനെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനിങ്ങനെ കിടക്കത്ത് മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെ ട്യൂബിട്ട് വെള്ളം പോകുന്നു. അത് കുറേ നാൾ, ഒരു 3 മാസം കഴിഞ്ഞപ്പം തൊട്ട് ഞങ്ങളിങ്ങനെ ശ്വാസകോശത്തിൽ നിന്ന് ഇങ്ങനെ പഴുപ്പ് തന്നെയാണ് വരുന്നുകൊണ്ടിരുന്നത്. 1/2 ലിറ്റർ 3/4 ലിറ്ററൊക്കെ പഴുപ്പ് ഇങ്ങനെ എടുക്കുമായിരുന്നു. അങ്ങനെ ഓരോ മാസം ഇവനെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോഴൊക്കെ ഇവനിങ്ങനെ പഴുപ്പെടുത്തോണ്ടിരിക്കുമായിരുന്നു. എനിക്ക് വളരെ വിഷമം. ഞാനിവൻ്റെ മുണ്ടിൻ്റെ മടിത്തുമ്പിൽ ഞാൻ അമ്മയുടെ കാശ് രൂപം കെട്ടിയാണ് ഇവനെ കെട്ടിക്കൊണ്ട് പോണേ. അവർ എല്ലാവർക്കും അറിയാം. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ പറയും എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും ഇങ്ങനെ ചെയ്താലെന്ന് പറയും. എങ്കിലും ഇത് ചെയ്യാതിരുന്നാൽ ഇവന് ശ്വാസം മുട്ടൽ അങ്ങനെയെല്ലാം വരും. അതുകൊണ്ട് നമുക്കത് ചെയ്യാതിരിക്കത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അവൻ ചെറിയ പണികളൊക്കെ എടുത്ത് കഴിയുന്നു. പിന്നെ എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല എങ്കിലും എൻ്റെ ഞാനിവിടെ ഉടമ്പടി പുതുക്കി വന്ന എൻ്റെ മകളുടെ 2 കൺപോളകളും വലുതായിട്ട് ഇങ്ങനെ വീർത്ത് വരുന്നെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളൊരു 3 പ്രാവശ്യം സർജറി ചെയ്തു. ഓരോ പ്രാവശ്യം ഈ കണ്ണിൻ്റെ ഡോക്ടർ സർജറി ചെയ്യുമ്പം 1500 രൂപ വീതം ആകുന്നുണ്ടായിരുന്നു. അപ്പം ഞാനെന്നും പ്രാർത്ഥിക്കും. കാരണം എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസം തന്നെ പോകേണ്ടി വരും. കാരണം കോവിഡ് കാലമായിരുന്നു, കോവിഡ് വാക്സിൻ എടുക്കുന്ന കാലമായിരുന്നു. ഞാൻ ആശാ വർക്കറായിരുന്നു. എനിക്കപ്പോൾ പോകേണ്ടി വരുമായിരുന്നു. എല്ലാ ദിവസവും തന്നെ ഞങ്ങൾക്ക് ജോലിയായിരുന്നു. അപ്പോൾ ഈ മകൾ വേണമായിരുന്നു വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും മകൾ വേണമായിരുന്നു ചെയ്യാൻ. ഇവളോട് അടുപ്പിൻ്റെ അടുത്ത് തീയൊന്നും അങ്ങനെ അടിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ആ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കിയിട്ട് ഞാൻ ഉടമ്പടി തൈലം അവിടെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു, അതെനിക്ക് മമ്മിയെ ഒന്ന് തന്നേ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കട്ടെ, എൻ്റെ കണ്ണിലൊന്ന് തേക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് തേച്ച ഉടനെ ഇവളുടെ കണ്ണിലെ അത് മഴ പോലെ ഇരുന്ന് ഇങ്ങനെ ദശ വളർന്ന് നിൽക്കുമായിരുന്നു അകത്ത്, കൺപോളയ്ക്കകത്ത്. അതിങ്ങനെ പൊട്ടി അങ്ങ് ഒഴുകിപ്പോയി. പിന്നെ അവൾക്കത് ഇന്ന് വരെ ഒരു കൺകുരുവോ ഒന്നും ഇന്ന് വരെ വന്നിട്ടില്ല. അങ്ങനെ എനിക്ക് ഇങ്ങനെ 2 അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കും. എൻ്റെ പേര് ജോളി കുര്യാക്കോസ്. ഞാൻ കോട്ടയം ജില്ലയിൽ പെരുവ കാരിക്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. എന്നെ ഇവിടെ ഒരു സാക്ഷിയാക്കും മാറ്റുവാൻ ഇടയാക്കിയത് എൻ്റെ മോൾ ഇവിടെ ഇതിന് മുന്നും വന്ന് ഒരു ഇവിടെ ഉടമ്പടി എടുത്തിരുന്നു. അതിന് പ്രകാരം അവൾ ഒരു നിയോഗം എൻ്റെ മോൻ ജോലിക്ക് വേണ്ടി വെച്ചിരുന്നു. അതും പ്രകാരം അവന് ഹോട്ടൽ മാനേജ്മെൻറ്റ് മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ ഡിഗ്രി ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു കുട്ടിയായിരുന്നു. അവൻ ഇവിടെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പുറത്തേക്ക് വിടാൻ ഇപ്പോഴത്തെ സാഹചര്യം 10-20 ലക്ഷം രൂപകളൊക്കെ മുടക്കാൻ ഞങ്ങൾക്ക് വേറൊരു ലോണും അതിൻ്റെ ജപ്തി കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതും നടക്കാത്ത അവസ്ഥയിലായിരുന്നു. കുട്ടിയും ഞങ്ങളും ആകെ വിഷമത്തിലായിരുന്നു. 6 ലക്ഷം രൂപ മുടക്കി പഠിപ്പിച്ചതാണ്. അപ്പോൾ അവൾ ഇങ്ങനെ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഞങ്ങളുടെ വീട്ടിലൊരു പാർട്ടിയുടെ പിരിവിന് വന്ന ഒരു ചേട്ടൻ ഈ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇവനിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഇവന് മറ്റൊന്നുമില്ലെങ്കിൽ തിരിയാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇവന് ഷിപ്പിലേക്കുള്ള ഒരു ജോലിയുടെ കാര്യം തിരക്കാൻ മേലായിരുന്നോ? അങ്ങനെ ഒരു കുട്ടിയുടെ പേര് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിലെ ഇടവയിൽ വരുന്ന കുട്ടിയുടെ പേര് പറഞ്ഞ് ആ കുട്ടിയെ കണ്ടാവൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കുട്ടിയെ കണ്ടു. ആ കുട്ടി പറഞ്ഞ് എറണാകുളത്തൊരു കോഴ്സും കൂടി ഉണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഷിപ്പിലേക്കുള്ളതിൻ്റെ. അങ്ങനെ ഞങ്ങൾ അതോടെ പോയി മോൻ തിരക്കി. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പഠിക്കണമെങ്കിൽ 50,000 രൂപ വേണം ഫീസ് തന്നെ. അപ്പോൾ അതിനും ഞങ്ങളുടെ ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ കുട്ടി എൻ്റെ ഒരു കസിൻ കുട്ടിനോട് പറഞ്ഞു, ഇനി 50,000 രൂപ ഉണ്ടെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കസിൻ പറഞ്ഞു, ഞാൻ 50,000 നിനക്ക് തരാം, നീ അത് പോയി ചേരാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ച് 1 മാസം
തീരുന്ന ലാസ്റ്റ് 3 ദിവസങ്ങളിലാണ് അവൻ്റെ പരീക്ഷ നടന്നത്. പരീക്ഷ നടക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിലായിരുന്നു. അപ്പോൾ തന്നെ റിസൾട്ട് അറിയാമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം 2 പരീക്ഷ കമ്പ്യൂട്ടറിൽ നടന്ന 1 പരീക്ഷയ്ക്ക് പൊട്ടി. അപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ 1 പരീക്ഷയ്ക്ക് പൊട്ടി, എനിക്ക് ആകെ വിഷമമാണ്, അടുത്തത് ചെയ്യാൻ വേണ്ടിയിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇവിടുന്ന് പ്രാർത്ഥിച്ചോളാം, നീ ധൈര്യമായിട്ട് നീ പരീക്ഷ എഴുതുന്നു, ജയിക്കും. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞതനുസരിച്ച് അമ്മ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്ക്, ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നടക്കാനുണ്ട്, ഉടമ്പടി എടുത്താൽ അതെല്ലാം ദൈവം മാതാവിൻ്റെ മധ്യസ്ഥയിൽ അതെല്ലാം മാറ്റിത്തരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് അതെല്ലാം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, മാതാവേ ഞാൻ ഇവിടെ നിന്ന് വരാം, എൻ്റെ മോൻ ആ പരീക്ഷകളെല്ലാം ജയിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചു. അപ്രകാരം അവൻ എല്ലാ പരീക്ഷയും ജയിച്ച് ആ പോരുന്ന ദിവസം തന്നെ അന്നേരം തന്നെ റിസൾട്ടും കിട്ടി. അപ്പോൾ എൻ്റെ മോളുടെ ഭർത്താവ് പറഞ്ഞു, നെറ്റിലൊരു ഇൻ്റർവ്യൂ ബോംബെയിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഷിപ്പിലേക്കുള്ളതിൻ്റെ, അപ്പോൾ അതൊന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ അവനോട് പറയാൻ പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ രാത്രിയാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ നിന്ന് ഡ്രസ്സുകളെല്ലാം കഴുകുകയാണെങ്കിൽ പിറ്റേ ദിവസം 11 മണിയോടെ 12:30 ടിക്കറ്റ് അവിടെ കോളേജ് വെച്ച് തന്നെ അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് 11 മണിയായിക്കിട്ടാണ് പോയത്. അപ്പോൾ ട്രെയിൻ കിട്ടുമോയെന്ന് തന്നെ സംശയത്തിലായിരുന്നു. അപ്പോൾ എല്ലാവരും കൊച്ചിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുകൊണ്ടാണ് താമസിക്കാനിടയായത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ മോളെന്നെ സാക്ഷ്യങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്, മാതാവ് സമയത്തിൻ്റെ മാതാവാണെന്ന്. അപ്പോൾ എന്നെയും കൂടെ കൊണ്ടായി എൻ്റെ മോളുടെ വീട്ടിലാക്കിയിട്ട് പോകാനാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് പറഞ്ഞു, അമ്മ ഞാൻ 2 വീലറിൽ അവിടം വരെ കൊണ്ടുപോകാൻ പാടാണ്, അതുകൊണ്ട് അമ്മ ഇവിടുന്ന് ബസ്സിന് പൊക്കോ, ഞാൻ 2 വീലർ അവിടെ കൊണ്ട് വെച്ചിട്ട് പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ 10 മിനിറ്റ് എൻ്റെ മകൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ട്രെയിൻ കിട്ടണം, അല്ലെങ്കിൽ അവൻ അവിടെ ചെന്ന് മടങ്ങി തിരികെ വെറുതെ പോരേണ്ട വരും. പിറ്റേ ദിവസമാണ് ഇൻ്റർവ്യൂ, അത് അറ്റൻഡ് ചെയ്യാനും പറ്റത്തില്ല. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മകൻ അവിടെ ചെന്ന് 10 മിനിറ്റ് കൊണ്ട് വണ്ടി വരികയും ട്രെയിൻ കിട്ടുകയും ചെയ്തു. അവിടെ പിറ്റേ ദിവസം ഉച്ചയോടെ എത്തിയ അതിൻ്റെ പിറ്റേ ദിവസമാണ് അവൻ ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ എനിക്കും വിശ്വാസം വർദ്ധിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മകനായി ഇൻ്റർവ്യൂ പാസ്സായി വരണം, അവൻ തോറ്റ് അവിടുന്ന് വിഷമിച്ച് വരാൻ ഒരിക്കലും ഇവിടെ വരരുത്, അവന് വേറൊരു വഴിയില്ല, അതുകൊണ്ട് മാതാവ് അവനെ ജയിപ്പിക്കണം. അമ്മ ഞാനിവിടെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു അവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസത്തിൽ. അങ്ങനെ അപ്രകാരം അവൻ ആ ഇൻ്റർവ്യൂ 3 ട്രിപ്പ് ഇൻ്റർവ്യൂ ചെയ്തു. 3ാമത്തേലും അവൻ പാസ്സായി. അപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ച് അവന് നല്ലൊരു ജോലി കിട്ടണം. അപ്പോൾ അവന് ട്രെയിനിങ് വളരെ കുറവായി, ട്രെയിനിങ് ഇല്ലായതുകൊണ്ട് ആ മാഡം പറഞ്ഞു, നിനക്ക് നല്ല ജോലി കിട്ടേണ്ടതാണ്, പക്ഷേ ട്രെയിനിങ് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് വേറെ ഇനിയിപ്പോൾ ഒന്നിനും പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇത് തന്നെ മതി. അപ്പോൾ അങ്ങനെ ആ ജോലി കിട്ടി. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സായി തിരിച്ച് ഇവിടെ വരികയും ഞാനിവിടെ കഴിഞ്ഞ നവംബർ 29 മോൻ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ ഡിസംബർ 3-ാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അങ്ങനെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എൻ്റെ മോനൊരു ജോലിയുടെ വഴി തെളിഞ്ഞു തന്ന അമ്മയ്ക്ക് ഒരാരും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അപ്രകാരം ആ ഇൻ്റർവ്യൂ അവൻ 5 മാസം കഴിഞ്ഞാണ് പിന്നെ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് പോയത്. കഴിഞ്ഞ മാസം 26-ാം തീയതിയാണ് പോയത്. അതിനുള്ളിൽ അവൻ ചെറിയൊരു വർക്ക് എറണാകുളത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ റിസൈൻ ഞാൻ ചെയ്യാനായിട്ട് കഴിഞ്ഞ മാർച്ച് 30-ന് പോയവർക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഒരു ബുള്ളറ്റ് വന്ന് മോൻ്റെ കാലിനിട്ട് ഇടിച്ചു. പക്ഷേ 2 ബൈക്കുകൾക്ക് നല്ല പരിക്കുണ്ടായെങ്കിലും എൻ്റെ മോൻ്റെ കാലിന് ചെറിയൊരു പോറൽ മാത്രം, ഒരു തൊലി പോലും പൊട്ടാൻ മാതാവോ ഈശോയെ സമ്മതിച്ചില്ല. അപ്പോൾ തിരിച്ച് അവൻ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഞങ്ങളെ അറിയിച്ചില്ല. അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയ. അപ്പോൾ അവൻ വീണ സ്ഥലത്ത് തന്നെ ഈശോയുടെയും മാതാവിൻ്റെയും കരുത്തിലാണ് വീണതെന്ന് ഞാൻ കരുതുന്നു. കാരണം അവിടെ നിന്ന ആളുകൾ അപ്പോൾ തന്നെ വാരിയെടുത്ത് അവനെ ഒരു കസേരയിലെത്തി പെട്ടെന്ന് ആംബുലൻസ് വരുത്തി അവർ തന്നെ പെട്ടെന്ന് ആശുപത്രി എത്തിക്കുകയും പെട്ടെന്ന് എന്തോ സംഭവിച്ചെന്നുള്ളതിൽ മകനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവർ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നോർമലായി. ഇപ്പോൾ കാല് കുത്താൻ പറ്റാഞ്ഞുകൊണ്ട് ഒരു അസ്ഥി വിഭാഗം ഡോക്ടറെ കാണിക്കാൻ വേറൊരു ആശുപത്രിയിലേക്ക് വന്നു. അപ്പോഴത്തേനും കൂട്ടുകാരനെത്തുകയും അവിടുന്ന് ആ അസ്ഥി വിഭാഗത്തിൽ കൊണ്ട് കാണിച്ച് ഒരു ചെറിയ പൊട്ട്, ഒരു സ്പാർക്ക് പോലത്തെ പൊട്ടൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ബൈക്കുകൾക്ക് 2ഉം പറ്റിയത് 8,000 രൂപയും അങ്ങനെ ഒരേ വലിയ തുകകളുടെ അപകടം ഇതാണ് പറ്റിയത്. പക്ഷേ എൻ്റെ മോൻ്റെ കാലിന് ചെറിയ രീതിയിലാണ്. അപ്പോൾ എൻ്റെ മോൻ അടുത്ത് വരാറായപ്പോഴാണ് ഞങ്ങളെ അറിയിച്ചത്. മോളെ വിളിച്ച് പറഞ്ഞു, മോളോട് പറഞ്ഞ് എൻ്റെ കാലിന് ഇങ്ങനെ ഒരു അപകടം പറ്റി, ഞാൻ വീട്ടിൽ അടുത്തെത്താറായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. അന്നേരം ഞങ്ങൾ
അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവന് വിസ കിട്ടാൻ ഇത്തിരി വൈകി. കഴിഞ്ഞ മാസങ്ങളിൽ അവനെ കൊണ്ട് വന്ന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ വിസ കിട്ടാൻ വൈകിയതിൻ്റെ പുറത്ത് കൊച്ചിന് പോകേണ്ടതിൻ്റെ അടുത്ത ഡേറ്റിൽ തന്നെയാണ് വിസ കിട്ടിയത്. അതുകൊണ്ട് അവനോട് വരാൻ പറ്റിയില്ല, കാലിന് ഒരു കുഴപ്പവും വരാതിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 26-ാം തീയതി അവൻ ജോലിക്ക് പോയി, അവിടെ ജോലിയിൽ പ്രവേശിച്ചു. രണ്ടാമത് ഞങ്ങൾക്ക് ഒരു ജപ്തിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, വീടും സ്ഥലവും ജപ്തിയിലായിരുന്നു. അത് ജപ്തി ചെയ്ത് പോകാതെ ഈ മാതാവിൻ്റെ ഉടമ്പടിയുടെ മധ്യസ്ഥതയിൽ അത് ഞങ്ങൾ നേടിത്തന്നു. പിന്നെ എൻ്റെ ശരീരത്തിന് ഭയങ്കര നീരും പനിയും ഉണ്ടാകുന്നൊരവസ്ഥയാണ്. ഏത് മരുന്ന് കഴിച്ചാലും ശരീരം മൊത്തം നീര്, അതിന് മരുന്ന് അതിനോട് പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ നീര് ശരീരത്തിന് പറ്റി പോകുവാനും എൻ്റെ അസുഖങ്ങൾ മാറിക്കിടാൻ, കാലെ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു, അതും മാറിക്കിട്ടി. അതുപോലെ തന്നെ ഈ ഉടമ്പടി വസ്തുവും തൈലവും, എൻ്റെ ഭർത്താവ് സൗദിയിൽ ബിസിനസ്സാണ്, അത് അവിടെ ആകെ പരാജയത്തിലായിരിക്കുന്ന അവസ്ഥ ഇവിടെ കഴിഞ്ഞ മാസം വന്നിരുന്നു. ഞാനത് കൊടുത്തു വിടുകയും അതവിടെ തൂളുകയും തൈലം പുരട്ടി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചിലവരുമായി എൻ്റെ അവർ കടയിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കുവാനും അല്പം പുരോഗതിയിലേക്ക് വരുവാനും ഇടയായി. അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തത് മുഖാന്തരം മാതാവും ഈശോയും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. ഈ ജോലി തന്നത് തന്നെ മാതാവിൻ്റെ ഒരു ഈശോയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം അന്നു മുതൽ ഞങ്ങളുടെ കൂടെ ഈശോയും അമ്മയും ഉള്ള ഒരു അനുഭവമാണ് എല്ലാ കാര്യത്തിലും ഉള്ളത് എന്ന് ഞാൻ